പൊടിച്ചു വെച്ചാൽ ഒരുപാട് ദിവസം ഉപയോഗിക്കാവുന്ന കർക്കിടക മരുന്ന് പൊടിയാണ് ഇത്. ഇതിന് ആദ്യം ഞവരരി കഴുകി വെള്ളം കളഞ്ഞ് വറുത്തെടുക്കാം. എന്നിട്ട് തണുക്കാൻ വേണ്ടി വേറൊരു പാത്രത്തിലേക്ക് പരത്തിയിടാം. ഇനി റാഗി കഴുകി വെള്ളം കളഞ്ഞ് വറുത്ത് മാറ്റാം. ഇതേപോലെ തന്നെ മുതിരയും കഴുകി വെള്ളം കളഞ്ഞ് വറുക്കാം. കൂടെ കറുത്ത എള്ളും കഴുകി വാരി പൊട്ടുന്നവരെ വറുത്ത് തണുക്കാനായി മാറ്റി വെക്കാം. ഇനി നിലക്കടല പൊട്ടുന്നവരെ ഒരു 10 മിനിറ്റ് വറുത്ത് മാറ്റി ചെറിയ ചൂടുള്ളപ്പോൾ തന്നെ കൈകൊണ്ട് തിരുമ്മി തോല് കളഞ്ഞു വെക്കാം. പിന്നെ മട്ടയവൽ വേണം. കൈകൊണ്ട് പൊടിക്കാൻ പറ്റുന്ന ആ ഒരു പാകം ഉണ്ടല്ലോ, അതുവരെ വറുത്തെടുക്കാം. ഇനി പംകിൻ സീഡ്സും പൊട്ടി തുടങ്ങുന്നവരെ വറുക്കാം. പിന്നെ കുറച്ച് കാഷ്യൂ നട്ട്സും ബദാമും വറുത്തെടുക്കാം. ഇനി തീ കുറച്ച് വെച്ച് ആശാലി സീഡ്സും പൊട്ടി തുടങ്ങുന്നവരെ വറുക്കാം. അവസാനമായിട്ട് ഉലുവയും ജീരകവും അയമോദകവും 4-5 ഏലയ്ക്കും ഒരു കഷ്ണം ചുക്കും കൂടെ ചൂടാക്കിയെടുക്കാം. ഇതെല്ലാം നന്നായി തണുത്ത് കഴിഞ്ഞാൽ പൊടിച്ചെടുക്കാം. ഇതിൽ നിന്ന് വറുക്കുമ്പോൾ തന്നെ നമ്മൾ അടിക്കും തോറും കൂടുതൽ എണ്ണ കിനിയുന്ന എള്ളും അണ്ടിപ്പരിപ്പും ബദാമും നിലക്കടലയൊക്കെ മാറ്റി വെക്കണം. ബാക്കിയെല്ലാം ചാറിലേക്കിട്ട് ഒരുമിച്ച് പൊടിച്ചെടുക്കാം. അത് കഴിഞ്ഞ് ബദാമും അണ്ടിപ്പരിപ്പും നിലക്കടലയും ഒരുപാട് അരഞ്ഞു പോകാത്ത രീതിയിൽ പൊടിച്ചെടുക്കാം. എന്നിട്ട് പൊടിച്ചത് രണ്ടും കൂടെ മിക്സ് ചെയ്യാം. അവസാനം എള്ളും കൂടി ഇട്ട് ഇളക്കിയെടുക്കാം. ഉലുവ അയമോദകമൊക്കെ ഇട്ടാൽ നല്ലതാണ്, പക്ഷേ ചവർപ്പുണ്ടാവുമെന്ന് തോന്നുന്നവർക്ക് അത് ഒഴിവാക്കാം. എന്നിട്ട് ബാക്കിയുള്ളതെല്ലാം കൂടി ഇട്ടങ്ങ് പൊടിച്ചെടുത്താൽ മതി. ഇനി ഇത് ഉണങ്ങിയ കുപ്പിയിലേക്ക് ഇട്ട് അടച്ചു വെച്ച് ആവശ്യമുള്ളപ്പോൾ ഉണങ്ങിയ സ്പൂണും കൊണ്ടെടുത്ത് വീണ്ടും നന്നായി അടച്ചു വെക്കണം. എന്നിട്ട് കഴിക്കാൻ നേരം 2 ടേബിൾ സ്പൂൺ പൊടിയെടുത്ത് മധുരം വേണമെങ്കിൽ കുറച്ച് ശർക്കര ചീകിയതും പിന്നെ 1 സ്പൂൺ തേങ്ങയും കൂടി ചേർത്തിളക്കി കഴിക്കാം. പിന്നെ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റ്സ് ഒക്കെ കമൻറ്റിൽ ആഡ് ചെയ്യാം.